മോർണിംഗ് സുലേ. ഗുഡ് മോർണിംഗ്. എന്തിനാണ് കാപ്പി ഉണ്ടാക്കിയ? അപ്പത്തിന് എന്തൊരു കറി? വാവ്, എന്തൊരു ഗ്രീൻ പീസാ? എവിടെ? ഓക്കെ. മുട്ട ഇല്ലേ? എന്തേത്? മുട്ടയും കുട്ടേ. അത് കൊള്ളാം. ഉറക്കം എഴുന്നേറ്റ് താമസിച്ചു. അലാറം കേട്ടില്ല. അലാറം കഴിച്ചതുകൊണ്ട് ഇന്ന് എനിക്ക് ഇന്നത്തെ വർക്കൗട്ട് മുടങ്ങി. വൈകിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ പോണം. എന്ത് ചിരിക്കണ? ചിരിക്കണ എന്ത്? ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടില്ല, സത്യമായിട്ട് കേട്ടില്ല. ഞാനല്ലല്ലോ ഓഫ് ചെയ്ത. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. സേവ് ചെയ്തില്ല, സേവ് ചെയ്യണം. അപ്പൊ ഇന്ന് വർക്കുണ്ട്. വർക്കിന് അപ്പോൾ എനിക്കുള്ള കാപ്പി വന്നു. ഞാൻ ഇന്നിത്തിരി വെള്ളപ്പൊക്കം. ഓക്കെ, കാപ്പി കുടിക്കട്ടെ ഗൈസ്. സുഹൃത്തുക്കളെ, കാപ്പി കുടിക്കട്ടെ. ഓക്കെ, ഒരു സാധനം വരുന്നുണ്ടേ, കാണിച്ചു. ഓക്കെ, താങ്ക് യു. ഒരപ്പം കൂടെ കിട്ടോ? ഹലോ. അപ്പോൾ ഞാനിപ്പോൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. സൈറ്റിലെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇന്നലെ പണിയെടുത്ത് മതിൽ കെട്ടിയത് നനയ്ക്കണം. നനച്ചിട്ട് വേറെ 2 സ്ഥലങ്ങളിലായിട്ടാണ് വർക്ക്. അപ്പോൾ ആദ്യം നനയ്ക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നനച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ പുറകെ സൈഡ് വേറൊരാൾ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡ് ഞാൻ നനച്ചു. ഇനിയിപ്പോൾ ഇതാ ഇവിടെ നിന്ന് 2 മൺവെട്ടി, 2 ചട്ടി, ഒരു ചൂലുമായിട്ട് ഇനി അടുത്ത സൈറ്റിലോട്ട് പോവുകയാണ്. അടുത്ത സൈറ്റ് എവിടെയാണെന്ന് അറിഞ്ഞൂടെ. അവിടെ ചെന്നിട്ട് പിന്നെ വേറൊരു സൈറ്റിലോട്ടും പോകണം കേട്ടോ. അത് അവിടെ ഏത് സൈറ്റാണെന്ന് എനിക്കറിയത്തില്ല. ഇനി കണ്ടുപിടിക്കണം അത് പോയി. അങ്ങനെ നമ്മൾ പുതിയ സൈറ്റിലെത്തി കേട്ടോ. ഇത് എനിക്കറിയാവുന്ന സ്ഥലമായിരുന്നു, പക്ഷേ കറക്റ്റ് വഴി അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ലെവലാക്കാനാണേ. അങ്ങനെ നമ്മൾ ഈ സൈറ്റിലെ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ലെവൽ ചെയ്ത് നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ബെൽറ്റ് അടിക്കാനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സൈറ്റിലോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ 4 ഭാഗവും താഴെ ഭാഗവും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കെട്ട് തുടങ്ങുന്ന ഭാഗമായാലും താഴെ ഭാഗമൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലോട്ട്. ഇനി ഇവിടെയാണ് വർക്ക്. ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്കിതാ ഇവിടെ ലോഡ് ഇറക്കി വയ്ക്കണം. ഇവിടെ ലോഡ് ഇറക്കി വയ്ക്കുന്ന വാക്കുണ്ടാക്കണത് ഈ ചാരം പൊളിച്ച് ബാക്കിലോട്ട് ഇടണം. പിന്നെ മേളിൽ കുറേ താവൊക്കെ കയറ്റി വയ്ക്കണം. കുറച്ച് താവൊക്കെ ഇതാ ഇവിടെ ഉള്ള താവൊക്കെല്ലാം മേളിൽ കയറ്റി വയ്ക്കണം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഭാഗമെല്ലാം ക്ലീൻ ചെയ്ത് ചാരം പൊളിച്ചിട്ട് മുകളിലേക്ക് സാധനം കയറ്റാനായിട്ട് നമ്മളൊരു ചെറിയൊരു ചാരം, ഒരു സിംഗിൾ ചാരം ഇട്ടിട്ടുണ്ട്. അതങ്ങ് പുറകിലോട്ടിട്ട് അത് അപ്പോഴേ നമുക്ക് കുറേ ലോഡ് കൂടി ഇവിടെ വയ്ക്കാൻ പറ്റും. അതിനുള്ള വാക്കെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലോട്ട് താബൂക്ക് കയറ്റുവാണേ. ഇവിടെ 4 ഇറ്റുള്ള താബൂക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും താബൂക്ക് നമ്മൾ മുകളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിവിടെ അടുക്കി വയ്ക്കണം. ഇതിപ്പോൾ നമ്മൾ 2 പേരുണ്ട് കേട്ടോ. 2 പേര് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് ഇനി ഇതാ ഡ്രമ്മിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഡ്രമ്മൊക്കെ താഴെ ഇരിക്കുകയായിരുന്നു. അതായത് ഇവിടെ കൊണ്ടെടുക്കണം.
അപ്പോൾ 4-5 താവുക്ക് ആ പാരപ്പറ്റ് വരുന്ന ഭാഗത്തും 6-5 താവുക്ക് ആ ഭാഗത്തുള്ള റൂമിൻ്റെ മുകളിലോട്ടും ആണ് എടുക്കാൻ കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് എടുക്കുന്ന സമയത്ത് മറ്റേ പുള്ളി ബാക്കിയുള്ള സാധനങ്ങൾ കുറച്ചും കൂടെ ഉള്ളൂ, അത് ഇനി മുകളിലാക്കും. അപ്പോൾ ഞാനത് അടുക്കി വയ്ക്കാനുള്ള പരിപാടിയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉച്ച വരെ വർക്കുള്ളൂ. അതായത് ഇപ്പം തന്നെ ഒരു ടൈം 1:30 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാതെ നിന്ന് ഒരു 2-2:15 ആകുമ്പോൾ വർക്ക് കഴിയും. ഇല്ലെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വർക്കില്ല, കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് വർക്ക് നിർത്തി പോകാനുള്ള പരിപാടിയാണ്. കുറച്ചേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, അതിനുള്ള ജോലിയേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ താബൂക്കെല്ലാം നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും താബൂക്ക് താഴെ ഉണ്ടായിരുന്നുള്ളൂ. താഴെയുള്ള താബൂക്കുകളെല്ലാം മുകളിൽ കയറ്റി വയ്ക്കാനാണ് പറഞ്ഞാൽ താഴെയുള്ള ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ പാരപ്പറ്റിൻ്റെ ഭാഗത്ത് 4-5 താബൂക്ക് ഈ ഭാഗത്തും വെച്ചിട്ടുണ്ട്, 6-5 താബൂക്ക് അവിടെയും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിൽ ലോഡ് കയറ്റാനുണ്ട്. ഹലോ, അപ്പോൾ ഞാൻ വീട്ടിലെത്തിയേട്ടാ. സംഭവം ചോറ് കഴിച്ചില്ലല്ലേ, ചോറ് കഴിച്ചില്ല. വേണ്ട സുല, എനിക്ക് തണ്ട് സുല നീ കഴിച്ചാ? ഒന്നുകൂടെ കഴിപ്പാ, ഒന്നുകൂടെ കഴിക്കാം. വന്നിരുന്ന ബിഗ് ബോസ് ഫുള്ള് ബിഗ് ബോസ് ഉണ്ട്. ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് പരിപാടി ഉണ്ട്. വൈകിട്ട് ജിമ്മിൽ പോകണം. ഇന്ന് മെയിനായിട്ട് ഇന്ന് കാല് വർക്കൗട്ടാണ് കേട്ടോ. കാലിന്ന് അടിച്ച് പൊട്ടിക്കണം. അപ്പൊ ഞാൻ ബിഗ് ബോസ് കാണട്ടെ.